ഇനി കുറച്ച് ഈ ഫാമിലി കാര്യങ്ങളിലേക്ക് കിടക്കാം. പൊതുവെ ഈ ഫാമിലിയെക്കുറിച്ചൊന്നും അങ്ങനെ ഇൻ്റർവ്യൂകൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയെക്കുറിച്ചൊന്ന് ചോദിക്കുകയാണ്. ഫാമിലിയെക്കുറിച്ചൊന്ന് പറയാമോ സാറിൻ്റെ? ഫാമിലിയിൽ ഈ തിരക്കിനിടയിൽ ഫാമിലിയിൽ ചിലവഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഫാമിലിക്ക് വലിയൊരു ഗൃഹനാഥനെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സാധാരണയിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിനിടയിൽ കിട്ടാവുന്ന അവസരങ്ങളൊക്കെ വീട്ടിലും കുടുംബത്തോടൊപ്പം കുടുംബമായി കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മിസ് ചെയ്യുന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല, പൊതുവില്ല. കിട്ടാവുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യത്തിനും എത്ര സമയം ആകെയുള്ള 24 മണിക്കൂറിൽ ഓരോ കാര്യത്തിലും നീക്കി വെക്കാനുള്ള സമയം എത്രയുണ്ട്, അതിൽ കുറച്ച് സമയം മാറ്റിവെക്കുക. ആ മാറ്റിവെക്കുന്ന സമയം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ ആ ഷെഡ്യൂളിൽ ഒതുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു സമീപന രീതിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് പിന്നെ പ്രയാസമൊന്നും ഉണ്ടാവുന്നുള്ളത് എനിക്ക് വിശ്വാസമൊന്നുമില്ല. നമുക്ക് യാത്രയും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നിച്ചു പോകാനുള്ള ഒരു സമീപനമാണ്. അതൊരു വീണ്ടും ഈ മിമിക്രി പറഞ്ഞ പോലെ ഒരു ചലച്ചിത്ര ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഈ ചലച്ചിത്രങ്ങളിൽ രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ നികൃഷ്ടമായി കളിയാക്കുന്ന തരത്തിൽ വരുമ്പോൾ ഭയങ്കര കയ്യടി വരും. ഇത് ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനൊരു ഇമേജ് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇമേജിന് തകർച്ചയുണ്ട് എന്നുള്ളതില്ല. ഇത് ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന ചലനങ്ങൾക്ക് അനുകൂലമായുള്ള സമീപനം ഉണ്ടാകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിന് പ്രത്യേകതയൊന്നും ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല. ഇനി നമുക്ക് ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ 5 വർഷം വെച്ച് മാറി വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൻ്റെ പല കാര്യം. ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ, ഇന്നത്തെ ഈ വാഹന ബാഹുല്യം കൂടിയപ്പോൾ പലപ്പോഴും ജനം തിരിച്ചറിയും. ഇപ്പം ജനം തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, അതൊന്ന് വന്നിരുന്നെങ്കിൽ മതിയായിരുന്നു. ഭാവിയിൽ അത് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്ന കാലം ഏതാണ് എന്ന് ജനങ്ങൾ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്ന് വരുമ്പോഴേക്ക് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കായിരുന്നു, നമ്മളെവിടെയൊന്നും ഇങ്ങനെയുള്ള റോഡ് ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുണ്ടല്ലോ എന്നൊരു ചോദിക്കുക. ഞാൻ 4 ദിവസം മുമ്പേ ഗോവയിലായിരുന്നു. ഗോവയിൽ നല്ല റോഡിലേക്ക് കൂടി പോകുമ്പോഴേക്കും സ്വാഭാവികമായും ആളുകൾ ചോദിക്കുക, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള റോഡ് ഉണ്ടായിട്ടല്ലോ സാറേ എന്ന് ചോദിക്കുക. അപ്പോൾ കേരളത്തിൽ ഈ എക്സ്പ്രസ് വേ എന്നുള്ളത് വളരെ നേരത്തെ വരേണ്ടതായിരുന്നു. കേരളത്തിലെ ഈ വാഹനങ്ങളുടെ ബാഹുല്യം ഇന്ന് വളരെയേറെയാണ്. യാത്ര ചെയ്യാൻ കാസർഗോട്ടേക്ക് പോകപ്പെടുന്ന 10 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ് വേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ എക്സ്പ്രസ് വേ വളരെ അനിവാര്യമാണ്. അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എക്സ്പ്രസ് വേ വളരെ നിർബന്ധമായി ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ നേതാക്കന്മാരൊരു പൊതു ഫംഗ്ഷനിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നാട്ടുകാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നാട്ടുകാർ അഭിലഷിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും എക്സ്പ്രസ് വേയുടെ ഒരു അഭാവം കേരളത്തിൽ വരുത്തി വെച്ചിട്ടുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കേണ്ടത്. അതുപോലെ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷം വളരെ ആക്റ്റീവായി നിൽക്കുന്നത് കാണാം. പക്ഷേ തിരിച്ച് അതുണ്ടാവുന്നില്ല. അത് എന്താണ് അതിൻ്റെ ഒരു കാരണം? ഞങ്ങളും അവരുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും വളരെ അന്തരമുള്ള 2 വിഭാഗമാണ്. ജനങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും പോകരുത് എന്നുള്ള തത്വം സ്വീകരിക്കുന്നവരാണ് ഐക്യജനാധിപത്യ മുന്നണി. ജനങ്ങൾ എന്തായാലും തിരക്കേടില്ല, നാട്ടിൽ ആര് ഭരിക്കുന്നു എന്ന് നോക്കി കാര്യങ്ങൾ നടക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ അകലെയാണ്. ആ അകൽച്ച അതിൽ കാണുന്നു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ സമാധാനപരമായ പ്രതിപക്ഷം പ്രവർത്തനങ്ങൾ നടത്തുന്നു. അക്രമപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ അവർ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുതിരുന്നു. ഇത് അപ്പോൾ തമ്മിലുള്ള ക്ലാഷ് അതാണ്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ മാർഗം തന്നെയാണ് ഞങ്ങൾ അവലംബിക്കുന്നത്. നാളത്തെ കേരളം സ്വപ്നത്തിലെങ്കിലും ഉണ്ടാവുമല്ലോ, അതൊന്ന് പറയാമോ?
നാളത്തെ കേരളം ജനങ്ങളുടെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിൽ എക്സ്പ്രസ് വേ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വരും. പൊതുവിൽ ജനക്ഷേമകരവും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. ആ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതാണ് നാളത്തെ കേരളം. പുതിയ വിഷൻ അതായിരിക്കണം. പുതിയ വിഷൻ ഒന്ന് നാട്ടിൻ്റെ വികസനം, രണ്ട് ജനങ്ങളുടെ ക്ഷേമം, പിന്നെ പുരോഗതി, ഇതിലൊക്കെ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കണം ഈ നാളത്തെ കേരളത്തിനെ സംബന്ധിച്ചുള്ള വിഷൻ. ആ വിഷന് വേണ്ടി കാത്തിരിക്കാം, ആ വിഷന് വേണ്ടി പ്രവർത്തിക്കാം, ആ വിഷൻ വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. അതാണ് ഈ സഫറം, ഈ യാത്രയിലൂടെ കാണുന്നത്. അതുപോലെ മഹാനായ പാണക്കാട് താങ്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. മഹാനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാധാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മഹാനായ നേതാവായിരുന്നു. സമാധാനത്തിന് വേണ്ടി മാത്രം, സാഹോദര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണ്. അദ്ദേഹവുമായി എല്ലാ രംഗത്തും പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും അല്ലാതെയും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ആയിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഉപദേശവും പൂർണ്ണമായിട്ടും അതായിരുന്നു. അദ്ദേഹമില്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ജനങ്ങൾ ഇന്ന് വളരെ പ്രയാസപ്പെടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ കേരളത്തിലെ സമാധാനത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ വ്യക്തിത്വം ആയിരുന്നു അദ്ദേഹം. അത് അത്തരത്തിലുള്ളൊരു വ്യക്തി ഇനി എപ്പോഴുണ്ടാകുമെന്നുള്ളത് ആളുകൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം വ്യക്തികളെയാണ് നേതാക്കളിൽ നിന്ന് ജനം എന്നും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നേതാക്കൾക്കും ആയിത്തീർന്നുകൂടെ തീരാൻ കഴിയും. അതെ, അതുപോലുള്ള നേതാക്കന്മാരാകണം, ആയി വരണം എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, വേണ്ടതുമൊക്കെ. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഇപ്പോൾ വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രം അത്തരത്തിലുള്ള നേതാക്കന്മാരായി വളർന്നു വരുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ കുറേ ആൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സമാധാന തകർച്ച ഉണ്ടാകുന്നു. ആ സമാധാന തകർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുണ്ടാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് പരാജയപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മുടെ. അതുപോലെ കഴിഞ്ഞ ബാംഗ്ലൂർ സമ്മേളനത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എടുത്ത നിലപാടുകൾ ഒക്കെ ഒന്ന്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ സംഘടിതമായ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ഊന്നൽ നൽകിക്കൊണ്ടാണ് 2020 വിഷൻ 2020 അതാണ് മുസ്ലിം ലീഗിൻ്റെ ബാംഗ്ലൂർ സമ്മേളനത്തിൻ്റെ വിഷൻ. ഇന്നത്തെ കാലത്തിനനുസൃതമായി 2020 പ്രചാരമുള്ള ഒരു പേരാണുള്ളത്. അതേ 2020 ആണ് മുസ്ലിം ലീഗിൻ്റെ വിഷൻ എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളായ മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ തുടങ്ങി എല്ലാ സംഘടനകളുടെയും പ്രവർത്തനം കാര്യക്ഷമമായി എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇന്ത്യയിൽ മൊത്തത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്കും UPAക്കും മഹാഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ടാക്കുന്നതിന് പ്രവർത്തിക്കുക. സ്നേഹവും സമാധാനവും ഐക്യവും സാഹോദര്യവും എല്ലായിടത്തും ഉണ്ടാക്കുക. ഭാരതത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുക. ഇതൊക്കെയായിരുന്നു ബാംഗ്ലൂർ സമ്മേളനത്തിൻ്റെ പ്രമേയങ്ങൾ 2020 അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയതും എന്നാൽ വളരെയധികം ദുഃഖിച്ചതുമായ നിമിഷങ്ങൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നുമില്ല. എല്ലാം ദൈവവിധി പോലെ മാത്രം നടക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അത് സമാധാനപരമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സമാധാനപരമായിട്ട്, ദുഃഖമുണ്ടാകുന്ന സാഹചര്യം വന്നാൽ ദുഃഖിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത ഇതിനൊന്നുമില്ല. അത് എല്ലാം ദൈവം കണക്കാക്കുന്നതിനനുസരിച്ചുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യം അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ആ ദൈവാനുഗ്രഹത്തോടു കൂടി നമ്മൾ വിജയിച്ചു വരും എന്നുള്ളതാണ് പ്രതീക്ഷ.